ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഭരണഘടനയുടെ 106 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ചാണ്. ലോകസഭയിലും അതുപോലെ സംസ്ഥാന നിയമസഭകളിലും കൂടാതെ ഡൽഹി കേന്ദ്രഭരണ പ്രദേശത്തിലും വനിതാ സംവരണമാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. 33% സീറ്റാണ് വനിതകൾക്കായിട്ട് റിസർവ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും അവസാനത്തെ ഭേദഗതി ആയതുകൊണ്ട് ഈ ഒരു ഭേദഗതിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് PSC പരീക്ഷകളിൽ. ഈ ഒരു ഭേദഗതി നമ്മൾ പഠിക്കുന്നതിന് മുൻപേ ആയിട്ട് കുറച്ച് ആർട്ടിക്കിൾസ് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. തൊട്ട് മുന്നത്തെ ഒരു ഷോർട്സിലൂടെ ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭേദഗതിയിലൂടെ മാറ്റം വരുത്തിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 239A. കൂടാതെ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുള്ള ആർട്ടിക്കിൾസാണ് ആർട്ടിക്കിൾ 330A, ആർട്ടിക്കിൾ 332A, അതുപോലെ ആർട്ടിക്കിൾ 334A. ഈ 106 ഭരണഘടനാ ഭേദഗതി നിലവിൽ വരാനുള്ള ബില്ലാണ് 128. 128 ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. പക്ഷേ ഭേദഗതി ഏതാണെന്ന് ചോദിച്ചാൽ 106. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട ചില ഡേറ്റുകളുണ്ട്, അതൊന്ന് നോക്കാം. ഇത് ലോകസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെപ്റ്റംബർ 19, 2023. എന്നാൽ ലോകസഭ പാസ്സാക്കിയത് സെപ്റ്റംബർ 20, 2023. ഇനി രാജ്യസഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് സെപ്റ്റംബർ 20, 2023 21 സെപ്റ്റംബർ 2023 രാജ്യസഭ പാസ്സാക്കിയത്. ഈ ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് സെപ്റ്റംബർ 28, 2023. അതുകൊണ്ട് നിലവിൽ വന്നതും സെപ്റ്റംബർ 28, 2023. ഇതിൻ്റെ കാലാവധി വരുന്നത് 15 വർഷമാണ്. ഇത് എൻഫോഴ്സ് ചെയ്തതിനു ശേഷം 15 വർഷം. കൂടാതെ ഓർത്തു വയ്ക്കുക, ഈ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം എന്ന പേരിലും അറിയപ്പെടുന്നത്. പരീക്ഷയ്ക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം.